അനലിസ്റ്റ് വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ നിഫ്റ്റി തന്നെ ആദ്യം പരിശോധിക്കാം. ഇന്നലെ 22,412 ക്ലോസ് ആയ നിഫ്റ്റി ഇന്ന് ഏതാണ്ട് 100 പോയിന്റ് താഴെയാണ് ഓപ്പൺ ചെയ്ത് കൃത്യം ഓപ്പൺ ചെയ്തെടുത്ത് ജസ്റ്റ് നമ്മളുടെ ആദ്യമായി രേഖപ്പെടുത്തിയിരുന്ന 22,308 എന്ന ലെവലിന് 22,305 വരെ ലോ കാണിച്ചതിന് ശേഷം ആദ്യത്തെ 5 മിനിറ്റ് ക്ലോസ് ആയി. ക്യാൻഡിൽ നമ്മൾ കണ്ടാൽ അറിയാം, ഒരു പാർഷ്യലി ഡോജി ക്യാൻഡിലാണ്, എന്നാൽ അപ്പർ സൈഡാണ് കൂടുതൽ സെല്ലേഴ്സ്. എന്നാൽ അവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഡയറക്ഷൻ നൽകുന്നു എന്ന് തിരിച്ചറിഞ്ഞവർക്ക് 1 മിനിറ്റ് 3 മിനിറ്റ് പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് മനസ്സിലായവർക്ക് ആദ്യമേ തന്നെ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് തീർച്ചയായും ഈ ഏരിയയിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിയും. ഏതാണ്ട് 22,347 മുതൽ 382-84 എന്ന ലെവൽ വരെ ഒരു 40 പോയിന്റിന്റെ മൂവ്മെന്റ്, അത് ATM എടുത്ത് ചെയ്താൽ ഒരു 22-23 പോയിന്റ് പ്രോഫിറ്റ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് ആർക്കും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ കൃത്യമായി പരിശോധിക്കുമ്പോൾ വീണ്ടും നമുക്ക് മനസ്സിലാവും, 5 മിനിറ്റ് ക്യാൻഡിൽ പരിശോധിക്കുകയാണെങ്കിൽ ഈ സപ്പോർട്ട് ഏരിയയിൽ കൃത്യമായി നമ്മൾ ഇവിടെയായിരുന്നു ഇന്നലെ ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയാണെങ്കിൽ ഈ ഏരിയ ഒരു സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്വേർഡ് ഡയറക്ഷൻ ആണ് മൂവ് ചെയ്യുന്നത് എന്ന ഒരു ഇൻഡിക്കേഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം തരുന്നതെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നാണ്. എന്നാൽ ഇവിടെ കയറി വന്ന നിഫ്റ്റി ഈ ഏരിയയിൽ നിന്നും ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്തവർക്ക്, അത് തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് കൃത്യമായും ഈ ഏരിയയിൽ നിന്നും ഒരു കോൾ എടുത്ത് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയിരുന്നെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് സോണിലോട്ട് വീണ്ടും പോയി. എന്നാൽ ഇവിടെ ചെന്നതിന് ശേഷം ഇവിടെയും ഒരു ഇൻഡിസിഷൻ ഡോജി ക്യാൻഡിൽ നൽകിയതിന് ശേഷം പ്രൈസ് റിവേഴ്സ് വരുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കാം എന്ന് കരുതി ഇവിടുന്ന് ഒരു ഓപ്ഷൻ ബൈ ചെയ്ത്, ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാനെങ്കിലും തയ്യാറായവർക്ക് വളരെ നല്ല ടാർഗറ്റ് കിട്ടി. ഇന്ന് എനിക്ക് വാട്സപ്പ് ചാനലിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നില്ലായിരുന്നു, ഒരു 2 ആഴ്ചയോളമായി ട്രേഡ് ചെയ്യുന്നില്ലായിരുന്നു, വ്യക്തിപരമായ ട്രേഡുകൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വാട്സപ്പ് ചാനലിൽ കൃത്യമായ അപ്ഡേഷൻ തരാനും സാധ്യമായിരുന്നില്ല. എന്നാൽ ചില വാട്സപ്പ് ചാനലിലെ അംഗമായിട്ടുള്ള പലരും എന്നോട് പേഴ്സണലായി വന്ന് ചോദിച്ചവർക്കൊക്കെ ഞാൻ ഡയറക്ഷൻ പറഞ്ഞു കൊടുത്തിരുന്നു. സാധ്യമാകുന്നവർക്ക് അവരൊക്കെ കൃത്യമായി ട്രേഡ് എടുത്തിരുന്നു, എനിക്ക് മെസ്സേജുകളും അയച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്നും വീണ്ടും വന്ന് ഇന്ന് ഓപ്പൺ ചെയ്ത ആ ഏരിയയ്ക്ക് തൊട്ട് മുകളിലുണ്ടായിരുന്ന സപ്പോർട്ടിൽ കൃത്യമായി ഒരു സപ്പോർട്ട് എടുത്തു, ഒരു അപ്പ് മൂവ് നൽകി, റെസിസ്റ്റൻ്റ് എല്ലാം കൃത്യമായ നമ്മുടെ രേഖകൾ നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം റെഡി ആയിരുന്നു. അതിനുശേഷം വീണ്ടും വന്ന് ഈ ഏരിയയിൽ നിന്നും സപ്പോർട്ട് എടുത്തു. അപ്പോൾ ഇവിടെയും തിരിച്ചറിയാൻ പറ്റുന്നവർക്ക്, പ്രൈസ് ആക്ഷൻ തിരിച്ചറിയാൻ പറ്റുന്നവർക്ക്, അറ്റ്ലീസ്റ്റ് ഒരു ട്രെൻഡ് ലൈനെങ്കിലും ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇവിടെയും നല്ല ട്രേഡ് അപ്വേർഡ് തന്നെ കിട്ടിയിരുന്നു. എന്നാൽ ഹീറോ സീറോയ്ക്കായി വീണ്ടും എന്നെ വാട്സപ്പ് ചാനലിൽ ഉണ്ടായിരുന്നവർ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഏരിയയിൽ വന്ന് റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ വേണമെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ കൊടുക്കാം. ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്താൽ അപ്വേർഡ് ഡയറക്ഷനിൽ നല്ല രീതിക്ക് പ്രൈസ് മൂവ് ചെയ്യും. അതല്ലെങ്കിൽ ഈ ഏരിയകളിൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യത. കുറച്ച് കൺസോൾട്ടേഷൻ ഫേസ് ആണ്, വെയിറ്റ് ചെയ്യുക. കുറച്ചും കൂടി മെച്ചുവർ ആയതിനു ശേഷം മാത്രം, കുറച്ചും കൂടെ ടൈം പോയി എന്താണ് ഇവിടെ പ്രൈസ് ആക്ഷൻ നൽകുന്ന ഇൻഡിക്കേഷൻ എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് ട്രേഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഈ ഏരിയയിൽ പുട്ട് ഓപ്ഷൻ എടുത്തെങ്കിലും അവർക്കും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇത് ബ്രേക്ക് ചെയ്യുന്നത് അനുസരിച്ച് ട്രേഡ് ചെയ്യാമെന്ന് കരുതിയവർക്കും ഈ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ, പ്രൈസ് ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ എൻ്റർ ആയവർ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്, വീണ്ടും റീ എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഇത് വാട്സപ്പ് ചാനലിൽ ഞാൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ ഞാൻ ഇല്ലാതെ വന്നാൽ, ഞാനൊരു ലെവൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം അത് അവിടെ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന ഇൻഫർമേഷൻ എനിക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനത് നൽകാത്തത്. അതല്ലാതെ വാട്സപ്പ് ചാനലിൽ അപ്ഡേഷൻ തരാൻ മടിച്ചിട്ടല്ല, എൻ്റെ ചില സാഹചര്യ പ്രശ്നങ്ങളാണ്. തീർച്ചയായും അടുത്ത തിങ്കളാഴ്ച മുതൽ വീണ്ടും ഞാൻ അപ്ഡേഷൻ നൽകണം എന്നാണ് ചിന്തിക്കുന്നത്. ഇത് പുതുതായി കടന്നു വന്നവർ എൻ്റെ വീഡിയോകളെയോ എൻ്റെ ചാനലിനെയോ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു സഹായകമാകണം എന്ന് കരുതിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയി പറയുന്നത്. അതിനാരോടും ഞാൻ ഒരു വിധത്തിലുള്ള റെന്യൂമറേഷൻ വാങ്ങുന്നതുമല്ല, ജസ്റ്റ് അവർ മനസ്സിലാക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ആ തരത്തിൽ
നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്നുണ്ട് എങ്കിൽ, എൻ്റെ വീഡിയോ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ന് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും ഒരു പരിധി വരെ ഹീറോ സീറോ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച്, ഒന്ന് വീഡിയോ വൃത്തിയായി കേട്ട്, ഇനി ഈ വീഡിയോ കേൾക്കുന്നവർ ഞാൻ എന്താണ് പറയുന്നതെന്ന് ഒന്ന് പുതുതായി കടന്നു വന്നവരോട് മാത്രമാണ് ഞാൻ പറയുന്നത്. തഴക്കവും പഴക്കവുമുള്ളവർ അവർ ശീലിച്ചിട്ടുണ്ട്, അവരെ അറിയുന്ന രീതിയിൽ ചെയ്യട്ടെ. എന്നാൽ ആദ്യമായി കടന്നു വന്നിരിക്കുന്ന, ഈ മേഖലയിലോട്ട് കടന്നു വന്നിരിക്കുന്ന പുതുതായി വന്നിട്ടുള്ളവർ തീർച്ചയായും എൻ്റെ വീഡിയോ ആശ്രയിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ എഴുതി വെക്കുന്ന കണ്ടീഷൻസ് എന്താണ്, ഞാൻ പറയുന്ന കണ്ടീഷൻസ് എന്താണെന്ന് ഒരാഴ്ച എഴുതി വെച്ച് ശ്രദ്ധിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് തീർച്ചയായും ഡെവലപ്പ് ആകാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. താല്പര്യമുള്ളവർ ചെയ്യുക. സാധാരണ വാട്സപ്പ് ചാനലിൽ ഞാനൊരു പോൾ ഇട്ടാൽ പോലും ഒരു 100-120 പേരാണ് അറ്റൻഡ് ചെയ്യാറ്. 1500 1700 പേര് വാട്സപ്പ് ചാനലിൽ ഉണ്ടായിട്ടും ഒരു പോൾ അറ്റൻഡ് ചെയ്യാൻ പോലും പലരും തയ്യാറാവുന്നില്ല. അപ്പോൾ എത്ര പേര് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു കോളിനെ അല്ലെ എൻ്റെ ഒരു ലെവലിനെ ആശ്രയിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് എത്രയാണെന്ന് എനിക്ക് മനസ്സിലാവാൻ കഴിയാത്തത് കൊണ്ടും കൂടിയാണ് ഞാൻ അധികം അതിനകത്ത് ഇൻവോൾവ് ആകാത്തത്. ആരും ഖേദം വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തതായി നിഫ്റ്റിയിൽ നാളത്തേക്ക് നമ്മുടെ ലെവൽ എന്താണെന്ന് പരിശോധിക്കാം. 22,626 എന്ന ലെവലിലാണ് ഞാൻ ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന ലെവൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 22,548 ഞാൻ ആദ്യമായി ലഭിച്ചേക്കാവുന്ന കരുതുന്ന സപ്പോർട്ട് സോൺ. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ, അങ്ങനെയാണ്, കാരണം ഇപ്പോൾ പ്രൈസ് അവിടെ ക്ലോസ് ആയി, അവിടെ നിന്ന് കണ്ടിന്യൂവേഷൻ ആയിരുന്നു എങ്കിൽ എന്താണ് എന്നുള്ള രീതിക്കാണ് ഞാൻ എൻ്റെ ലെവലുകൾ എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. അതിനനുസരിച്ച് ലെവലുകൾ മാർക്ക് ചെയ്തു പോകും. അപ്പോൾ ഓപ്പണിംഗ് ആവുന്നത് എവിടെയാണോ, റെസിസ്റ്റൻസിലാണോ സപ്പോർട്ടിലാണോ, അവിടെ ഞാൻ എൻ്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ക്യാൻഡിൽ പാറ്റേൺ എന്ത് ഇൻഡിക്കേഷൻ ആണ് എനിക്ക് തരുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്, അത് പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്താണ്. ഞാനൊരു പ്രൈസ് ആക്ഷൻ ട്രേഡറാണ്. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ എൻ്റെ ട്രേഡ് തുടർന്ന് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഓർ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഞാൻ അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവൽ ഒന്ന് പ്രൈസ് അപ്വേർഡ് തന്നെ ഒരു ഡയറക്ഷനാണ് ഉള്ളത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ കണക്കാക്കുന്നത് ഇവിടെ രേഖപ്പെടുത്തിയ ആദ്യത്തെ റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് മുകളിൽ ഒരു 5 മിനിറ്റ് ഓർ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ക്ലോസ് ആയാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയും നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ, ഇനി ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്യാൻഡിൽ പാറ്റേണുകൾ ഒന്നൊന്ന് ഉയരത്തിൽ വരുന്നു എന്ന് തോന്നിയാൽ പോലും അവിടെ ഒരു കോൾ ഓപ്ഷൻ, നമ്മളൊരു ട്രേഡ് ചെയ്യണമെങ്കിൽ, ഓപ്ഷൻ ചെയ്യണമെങ്കിൽ, നമ്മൾ അങ്ങനെയൊന്ന് ബെറ്റ് വെക്കണമെങ്കിൽ അതിനൊരു ന്യായമായ റീസൺ വേണം. ആ റീസൺ ഇങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. എപ്പോഴും അത് ശരിയായിരിക്കണമെന്നില്ല. എന്നാൽ ഒരു ട്രേഡിൽ നിന്നും നമ്മൾക്കൊന്ന് എക്സിറ്റ് ആവണം തോന്നിയാൽ അത് നമ്മുടെ ഒരു കണ്ടീഷൻ തെറ്റിയിട്ടുണ്ടാവണമല്ലോ. അങ്ങനെ ഒരു കണ്ടീഷനാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിന്നും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ തുടർന്ന് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. 22,672, 22,687, 22,708 എന്നിങ്ങനെ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. എന്നാൽ ഈ ഏരിയയിൽ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം, അതല്ലെങ്കിൽ തൊട്ടു മുകളിൽ ഉള്ള റെസിസ്റ്റന്റ് ലെവലുകൾ, ഇവിടെയാണ് ഓപ്പൺ ചെയ്ത് ഇവിടുന്ന് നമുക്കൊരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് തരുന്നതെങ്കിൽ ഈ ലെവൽ ഉപയോഗിക്കാം. അതല്ല ഈ ലെവലെ ടച്ച് ചെയ്തതിനു ശേഷം ഇവിടുന്നാണ് ഒരു സെല്ലിംഗ് ഡയറക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ അതുവരെ പ്രൈസ് നാളെ തരുന്ന ഉയരം, അതല്ലെങ്കിൽ ഈ ലെവൽ തീർച്ചയായും ഞാൻ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാറുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടാവും, ട്രേഡിംഗ് സ്റ്റൈൽ. ഞാൻ എൻ്റെ സ്റ്റൈൽ മാത്രമാണ് വിശദീകരിക്കുന്നത്. താല്പര്യമുള്ളവർ മാത്രം അനുകരിക്കുക, ഫോളോ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് സെല്ലിംഗ് ഡയറക്ഷൻ കിട്ടിയാൽ ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്ലോസ് ആവുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുന്നുവെന്ന് തോന്നിയാൽ ഞാനൊരു PE ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ മാത്രമായിരിക്കും എൻ്റെ അപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ് ലെവൽ. ആ ലെവലിന് നിന്നുകൊണ്ട് താഴോട്ട് ടാർഗറ്റ് പ്രതീക്ഷിക്കും. അപ്പോഴും ഞാൻ ആദ്യം പ്രതീക്ഷിക്കുക അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. ആ ലോയ്ക്ക് താഴെ വീണ്ടും ഒരു പ്രൈസ് ക്ലോസിംഗ് വന്നാൽ മാത്രമാണ് ഡൗൺവേർഡ് ഡയറക്ഷൻ ആയിരിക്കാം എന്ന് ഞാൻ കരുതുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, കാണാമെന്ന് കരുതുന്നു. പ്രധാന സപ്പോർട്ടായി ഞാൻ കണക്കാക്കുന്നത് 22,463 എന്ന ലെവലാണ്.
അതിന് തൊട്ട് താഴെ 22,380, 22,339 എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് നിഫ്റ്റിയിൽ എൻ്റെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ. അടുത്ത ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 48,432 ആദ്യത്തെ സപ്പോർട്ട് സോണായും 48,625 എന്ന ലെവൽ ആദ്യത്തെ റെസിസ്റ്റൻസ് സോണായും ഞാൻ കണക്കാക്കുന്നു. ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയാൽ അവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനായിട്ട് ട്രേഡ് ചെയ്യും. അത് അപ്വേഡ് ആണെങ്കിൽ ഡേയ്സ് ലോ അല്ലെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കും. അതേസമയം സെല്ലിംഗ് ആണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ആയി അല്ലെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. തുടർന്ന് പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റുകൾ നിഫ്റ്റിയിൽ വിശദീകരിച്ചതുപോലെ തന്നെയാണ് പോകുക. ഇവിടെ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ഇത് 48,625, പിന്നെ 669, 769, 853, 886, 49,198, 49,060 എന്നിങ്ങനെയാണ് മുകളിലോട്ടുള്ള ടാർഗറ്റുകൾ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ താഴോട്ട് 48,308, 48,128, 48,023, 47,897 എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിഫ്റ്റിയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തതുകൊണ്ട് വീഡിയോ ലെങ്ത് ആവാതിരിക്കാനാണ് ഇത്ര സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. അവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അടുത്തതായി സെൻസെക്സിൽ എന്താണ് ലെവലുകൾ എന്ന് നോക്കാം. 74,283 എന്ന ലെവലാണ് ആദ്യത്തെ സപ്പോർട്ട്. അതുപോലെ തന്നെ 572 ആദ്യത്തെ റെസിസ്റ്റൻസ് ആയും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയാണെങ്കിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും പറഞ്ഞ പോലെ തന്നെ ഒരു 15 മിനിറ്റിന്റെ ക്യാൻഡിൽ പാറ്റേണുകളാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിക്കും സെൻസെക്സിനും പ്രതീക്ഷിക്കാറ്. അങ്ങനെയുള്ള ഒരു ടൈം ഫ്രെയിമിൽ ഒരു പ്രൈസ് ആക്ഷൻ നൽകുന്നതാണ് ആദ്യമായി പരിഗണിക്കുക ഒരു ഡയറക്ഷൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ ഡേയ്സ് ലോ അഥവാ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ഈ ലെവലാണ് ആദ്യത്തെ പ്രതീക്ഷിക്കുന്ന അപ്വേർഡ് ക്ലോസിങ്. അതിന് മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രം വീണ്ടും കിട്ടുന്ന ഒരു ലോയിൽ അപ്പോൾ 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷൻ എടുത്തുകൊണ്ട് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയി സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അതൊരു സെല്ലിംഗ് ഡയറക്ഷൻ ആണെങ്കിൽ ആ തരത്തിൽ തന്നെയാണ് കണക്കാക്കുക. അപ്പോൾ അപ്വേർഡ് ഡയറക്ഷനാണ് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ 74,660, 74,822, 74,905, 960, 75,126 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. എന്നാൽ താഴോട്ടാണെങ്കിൽ 74,283 എന്ന ലെവലിന് താഴെ ബ്രേക്ക് ചെയ്താൽ ഒരു ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ തുടർന്ന് വീണ്ടും ഡിക്ലൈൻ ആണ് എങ്കിൽ 74,124, 74,016, 73,956, 73,483, 73,785 എന്നിവ കണക്കാക്കും. ഈ ലെവലാണ് ഈ തിക്ക് ലൈൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ട് സോൺ ആണ് എന്ന് ഞാൻ കരുതുന്ന ഏരിയകളാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണ് നിങ്ങൾ എങ്കിൽ നമ്മളുടെ ചാനൽ ഗുണകരമാകുന്നു, വീഡിയോ നിങ്ങൾക്ക് സപ്പോർട്ട് ആകുന്നു എന്ന് തോന്നിയാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അവിടെ അതിനൊരു മറുപടി തരാൻ കഴിഞ്ഞാൽ അവിടെ തരാം. അതല്ല നിങ്ങൾ താല്പര്യപ്പെടുന്ന പക്ഷം നമ്മുടെ വാട്സപ്പ് ചാനലിൽ ലിങ്ക് ഉപയോഗിച്ച് വാട്സപ്പ് ചാനലിൽ അംഗമാകുക. ഞാൻ അവിടെയും എനിക്ക് സാധ്യമാകുന്ന രീതിയിൽ മറുപടികൾ തരുന്നതാണ്. പോയ 2 ആഴ്ചയായി എനിക്കതിന് അത്ര കണ്ട് സാധ്യമായിരുന്നില്ല. ചില സാങ്കേതിക അഥവാ എൻ്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ കൊണ്ടാണ്. എന്നാൽ ചാനൽ അവഗണിച്ചതോ ഒന്നുമല്ല, അത് അങ്ങനെ മനസ്സിലാക്കണമെന്ന് കരുതുന്നു. അപ്പോൾ നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.